കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ 18 ചെയ്തത്. അപ്പോൾ നമുക്ക് 19 വായിക്കാം. 18 എന്താ പറഞ്ഞത് വെച്ചാൽ ഭഗവാൻ ഈ മായയ്ക്കതീതനാണ്, അങ്ങനെ പരബ്രഹ്മസ്വരൂപിനെയാണ്. ശരിക്ക് എന്താണ്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശരീരം എടുത്തിട്ട് മനുഷ്യനെ പോലെ ജീവിച്ചതാണെന്നൊക്കെ അല്ലേ പറഞ്ഞത് അല്ലേ. രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവാണ്. അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും ഈ മായയ്ക്ക് അതീതനും എല്ലാറ്റിനും കാരണവും സർവോപാധി വിനിർമുക്തനും അല്ലേ. ഒരു ഉപാധികളും ഇല്ല, ലിമിറ്റേഷൻസ് ഇല്ല, അപരിച്ഛിന്നനും സച്ചിദാനന്ദ സ്വരൂപമൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനി ആദ്യം ഇതൊക്കെ തന്നെയാണ് പറയണത് കേട്ടോ. ശ്രീരാമൻ്റെ ഒരു മഹത്വം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ജഗന്തി നിത്യം പരിതോ ഭ്രമന്തി യൽ സന്നിധൗ ചുംബകലോഹവദ്ധി ഏതന്ന ജാനന്തി വിമൂഢചിത്താഃ സ്വാവിദ്യയാ സംവൃതമാനസാ യേ. യത് സന്നിധൗ, അതായത് ഏതൊരു സാന്നിധ്യത്തിൽ ജഗന്തി ജഗത്തുക്കൾ ചുംബകലോഹവത് എന്ന് പറഞ്ഞാൽ എന്താ, കാന്തത്തിൻ്റെ അടുത്ത ഇരുമ്പ് എന്ന പോലെ. അതായത് ഏതൊരു ശക്തിയുടെ അടുത്ത് ഈ ജഗത്ത് കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പ് എന്ന പോലെ ഭ്രമന്തി 4 ഭാഗത്തേക്കും ഭ്രമിക്കുന്നു. സ്വവിദ്യയ, സ്വന്തം അവിദ്യയാൽ, സ്വാവിദ്യയ, അതാണ് സ്വന്തം സ്വ അവിദ്യ എന്നാണ്. സ്വാവിദ്യയാൽ മീൻസ് സ്വന്തം അജ്ഞാനത്താൽ, യാതൊരുത്തർ സംവൃതമാനസാഹ മീൻസ് മനസ്സ് ഇങ്ങനെ ആവരണം ചെയ്യപ്പെട്ട പോലെ, സംവൃതം എന്ന് പറഞ്ഞാണല്ലോ. വിമൂഢചിത്താഹാത്തെ, വിചാരം അതായത് ശരിക്ക് വിവേകം ഇല്ലാത്തവ അവർ ഏതത് ന ജാനന്തി, ഇതിനെ അറിയുന്നില്ല. അതായത് ഈ ഭഗവാൻ പരമാത്മ ചൈതന്യം തന്നെ ആയിരിക്കുന്ന ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് കാന്തം ഇരുമ്പ് എന്ന പോലെ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയൊക്കെ ആ ജഡായിട്ടുള്ള നമ്മളെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തനോന്മുഖമാക്കുന്ന ശക്തിയാണ് ആ പരമാത്മ ചൈതന്യം. എല്ലാറ്റിനെയും, നമ്മുടെ ഈ ശരീരം ഇന്ദ്രിയങ്ങളും മനസ്സും അടക്കം ജഡാണ്. അതിനെ മുഴുവൻ പ്രവർത്തനോന്മുഖമാക്കുന്ന ശക്തിയാണ് പരമാത്മ ചൈതന്യം. അതായത് നമുക്ക് ഈ ശബ്ദം കേൾക്കണമെങ്കിൽ, ചെവി വർക്ക് ചെയ്യണമെങ്കിൽ, കണ്ണ് കാണണമെങ്കിൽ, നാവ്, എല്ലാ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ ഭഗവാന്റെ ശക്തി പിന്നിൽ വേണം. ഇല്ലെങ്കിൽ ഈ മരിച്ചു കിടക്കണതിനോ എല്ലാം ഉണ്ടല്ലോ, കണ്ണും കയ്യും കാലും ഒക്കെ മരിച്ചു കിടക്കുന്ന ശരീരത്തിനുണ്ട്. എന്താ പ്രവർത്തിക്കാത്ത? ചൈതന്യം ഇല്ല. അതാണ് ഇതിലും പറയണത്. അപ്പോൾ ഈ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ ചൈതന്യം പിന്നിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ആ പരമചൈതന്യം ഉണ്ടെന്ന് എല്ലാവർക്കും അത് സമ്മതിച്ചേ തീരൂ. അജ്ഞാനം കൊണ്ട് നമ്മളതിനെ കാണില്ല, ആ ആത്മാവിനെ. അതായത് മായ കാരണം ആ ആത്മാവിനെ, ആ പരമാത്മചൈതന്യത്തിനെ മറച്ച് എന്താ ചെയ്യണത്? നമ്മളെ, ഈ ജീവാത്മാവിനെ, ഈ ദേഹമാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മായ. അപ്പോൾ പരമാത്മാവിനെ മറയ്ക്കാൻ ആ പരമാത്മാവാണ് രാമൻ എന്ന് പറയണത്. അപ്പോൾ നമ്മളെപ്പോൾ രാമൻ എന്ന് കേൾക്കണോ നമ്മൾ ഉടനെ ആ പരമാത്മ ചൈതന്യമാണെന്ന് വിചാരിക്കണം. ഇരുട്ടിന്
സൂര്യനെ മറയ്ക്കാൻ ശക്തിയില്ലല്ലോ, സൂര്യൻ വന്നാൽ ഇരുട്ട് പോവില്ലേ, അതുപോലെയാണ് പരമാത്മാവിനെ മറയ്ക്കാൻ ശരിക്ക് ആർക്ക്, അതായത് നമ്മൾ ഈ മായം നീങ്ങിയാൽ പിന്നെ അവിദ്യയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മായെന്ന് നീങ്ങിയാൽ നമ്മൾ ആ ആത്മാവ് തന്നെ ആയിത്തീരും. മീൻസ് ആത്മാവിനെ മറയ്ക്കാൻ പറ്റില്ല ആ വിദ്യയ്ക്ക്. പിന്നെ ആ ജീവാത്മാവ് ദേഹമാണെന്ന് വിചാരിക്കുന്ന സമയത്ത് മാത്രമേ അത് മറയണുള്ളൂ. അത് കഴിഞ്ഞാൽ അതില്ല എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ അതാണ് ആ പരമാത്മാവാണ് രാമൻ എന്ന് പറയണോടത്തൊക്കെ നമ്മളെ അത് ആലോചിക്കണം. ഇനി സീത മൂലപ്രകൃതിയാണെന്ന് നമുക്ക് വരും ഇതിൽ കേട്ടോ. സീത സീതയാണെന്ന് 19 വായിച്ച് 20 പോവാം. ജഗന്തി നിത്യം പരിതോ ഭ്രമന്തി യൽ സന്നിധൗ ചുംബകലോഹവദ്ധി. കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പുണ്ടെങ്കിൽ ഇങ്ങനെ വലിയില്ല, അതുപോലെ തന്നെ നമ്മളെ ഇന്ദ്രിയങ്ങളെ ഈ പരമാത്മ ചൈതന്യത്താൽ എപ്പോഴും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതറിയാഞ്ഞിട്ടാണെന്ന് വിവേകമില്ലാത്തവർക്ക് അതറിയില്ല. ഏതെന്ന ജാനന്തി വിമൂഢചിത്താഹ സ്വാവിദ്യയാ, സ്വന്തം അവിദ്യയാൽ സംവൃതമാനസായേ, നമ്മുടെ മനസ്സ് അവിദ്യ കൊണ്ട് മൂടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്കറിയാത്തത്. ഇനി 20. സ്വാജ്ഞാനമപ്യാത്മനി ശുദ്ധബുദ്ധേ സ്വാരോപയന്തീഹ നിരസ്തമായേ സംസാരമേവാനുസരന്തി തേ വൈ പുത്രാദിസക്താഃ പുരു കർമ്മയുക്താഃ ജാനന്തി നൈവം ഹൃദയേ സ്ഥിതം വൈ ചാമീകരം കണ്ഠഗതം യഥാജ്ഞാഃ. അത് വളരെ രസമാണ്. എന്താ അറിയോ, തേ അവർ മീൻസ് ജീവാത്മാക്കളെ, ശുദ്ധബുദ്ധേഹേ ശുദ്ധനും ബുദ്ധനും മീൻസ് ബോധത്തോടു കൂടിയവനുമായിട്ടുള്ള നിരസ്തമായ തന്നെ ഭജിക്കുന്നവരുടെ തന്നെ ഭജിക്കുന്നവരുടെ, അതായത് ഈ ജീവന്മാരെ തന്നെ ഭജിക്കുന്നവരുടെ മായയെ നീക്കം ചെയ്യുന്ന ആത്മനി, നമ്മുടെ ആത്മാവിനെ നമുക്ക് എത്തണം എന്ന് പറഞ്ഞ് നമ്മളെ ആത്മാവിനെ തന്നെ അല്ലെങ്കിൽ ആ പരമാത്മചിന്തനത്തിന് തന്നെ നമ്മളെ സാക്ഷാത്കരിക്കണമെന്ന് വിചാരിച്ചാൽ പതുക്കെ മായയെ നീക്കം ചെയ്യും ആത്മാവ്. ആത്മരൂപനായ രാമനിൽ അങ്ങനത്തെ പരമാത്മചൈതന്യം തന്നെയാണ് രാമൻ. സ്വാജ്ഞാനം, തങ്ങളുടെ അജ്ഞാനത്തെ സ്വാരോപയന്തി ആരോപിക്കുന്നു. ആ അജ്ഞാനത്തെ നീക്കും ഈ പരമാത്മചൈതന്യം തന്നെ രൂപമെടുത്തു വന്ന ശ്രീരാമൻ. ഏവം ഇപ്രകാരം പുത്രാദിസക്താഹ, പുത്രാദികളിലൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ആസക്തിയുള്ളവരെ, പുരു കർമ്മയുക്താഹ, അനവധി കർമ്മങ്ങൾ ഫലാപേക്ഷയോടുകൂടി കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ട്, അജ്ഞാഹ അജ്ഞാനികൾ, കണ്ഠഗതം കഴുത്ത് കിടക്കണ ചാമീകരം യഥ, ആ സ്വർണത്തെ എന്ന പോലെ ഹൃദയേ സ്ഥിതം, ഹൃദയത്തിലിരിക്കുന്നവനെ ന ജാനന്തി അറിയുന്നില്ല. സംസാരം ഏവ, സംസാരത്തെ തന്നെ അനുസരിക്കുന്നു. എന്താ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കിയില്ല ചോട്ടെ, നമ്മളെ കഴുത്തിലൊരു മാല ഉണ്ടെങ്കിൽ നമ്മൾ അതറിയില്ല. കണ്ണാടിയിൽ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ നമുക്കത് മറന്നു വെച്ചോളൂ നമ്മൾ ഇട്ടണമെന്ന്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആ മാല അവനവൻ്റെ കഴുത്തിൽ തന്നെ കിടക്കണ മാല നമ്മൾ തിരഞ്ഞ് നടക്കുകയാണെന്ന് വെച്ചോളൂ. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രകാശിച്ച് നിൽക്കുന്ന ആ പരമാത്മചൈതന്യത്തിനെ അറിയാതെ അജ്ഞന്മാർ അതിനെ അന്വേഷിച്ച് നടക്കാമെന്ന് മാത്രമല്ല, അതിനെ മറന്ന് അതുണ്ടെന്നറിയാതെ ഈ മായാലോകത്തിൽ സുഖദുഃഖങ്ങളുടെ പിന്നാലെ പോയി ദുഃഖിക്കുന്നു. അതാണ് പറഞ്ഞത്. എന്താ അറിയോ, ആ നിത്യശുദ്ധനും ബോധരൂപനും തന്നെ ആരാണ് ഭജിക്കണ അവരെ അല്ലാതെ ആക്കുന്നതും മായയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റുന്നവനും ആണ് ആര്? ഭഗവാൻ. നിത്യശുദ്ധനാണ്, ബോധരൂപനാണ്, തന്നെ ഭജിക്കുന്നവരുടെ ബാധ മുഴുവൻ ദൂരീകരിക്കുന്നവനാണ്, ബ്രഹ്മസ്വരൂപിയാണ്. അങ്ങനത്തെ രാമനിൽ നമ്മുടെ ഈ അജ്ഞാനം കൊണ്ട് നമ്മൾ ആ രാമനെ അറിയാതെ പോവുകയാണെന്ന്.
നമ്മൾ അജ്ഞന്മാരായതുകൊണ്ടാണ് രാമനും ഒരു വെറും മനുഷ്യനാണെന്ന് വിചാരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ശ്രീരാമനെ മനുഷ്യനായി കാണുന്നുണ്ടെങ്കിൽ അത് വെറും അജ്ഞാനാണ്. ശ്രീരാമൻ ഒരിക്കലും സാധാരണ ഒരു മനുഷ്യനല്ല, ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. അല്ലെങ്കിൽ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ പരബ്രഹ്മം തന്നെ ഒരു മനുഷ്യരൂപത്തിൽ വന്നതാണെന്ന് അറിയണില്ല ചോട്ടെ, അത് ഒരാളുടെ അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനം കൊണ്ട് ശ്രീരാമനെ മനസ്സിലാക്കാതെ വെറും മനുഷ്യനാണെന്ന് വിചാരിച്ച് സ്വന്തം ഭാര്യയിലും കുട്ടികളിലും ഭൗതിക സുഖങ്ങളിലും മുഴുകി കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ അജ്ഞാനം അല്ലെങ്കിൽ അവരുടെ ഒരു മൂഢത്തരം എന്ന് പറയാനേ, അവർ വെറും ബഹിർമുഖന്മാരാണ്. അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും പുറത്തേക്ക് മാത്രം പോണവരാ. ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കുന്ന ആ അന്തര്യാമിയായിട്ടുള്ള പരമാത്മ സ്വരൂപിയായിട്ടുള്ള രാമനെ കാണാൻ അവർ വിസമ്മതിക്കുകയാണ്. എന്നിട്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പുറത്തേക്ക് വിട്ട് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അത് അവർ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണ ഈ ഭഗവാനെ അറിയാത്തത് ഏതുപോലെ വെച്ചാൽ അവനവൻ്റെ കഴുത്തിൽ തന്നെ കിടക്കണ ഒരു സ്വർണ്ണാഭരണത്തിനെ മറന്നിട്ട് അതിനെ തെരഞ്ഞു നടക്കണ ഒരാളെ പോലെയാണെന്ന് അതാണ് പറയണത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് ആ പരമാത്മ ചൈതന്യം. രാമനായിട്ടോ കൃഷ്ണനായിട്ടോ എന്താ വെച്ചാൽ ഇപ്പം ഇവിടെ രാമായണം ആവുകൊണ്ട് രാമൻ എന്ന് പറയുകയാണ്. ആ പരമാത്മാവിനെ അവനവൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല എവിടെയാണെന്ന് തിരഞ്ഞു നിൽക്കണ പോലെ വിഡ്ഢിത്താണ് നമ്മൾ ഉള്ളിലേക്ക് നോക്കാതെ നമ്മളെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മസ്വരൂപിയെ കാണാതെ നോക്കാതെ പുറത്തേക്ക് നമ്മൾ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമാക്കി വയ്ക്കുന്നത് വളരെ ഒരു മൂഢന്മാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ, അവിവേകികളെ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മുടെ അജ്ഞാനം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രാമനെ, അതായത് ഇപ്പോൾ രാമൻ്റെ അവതാരമാണെന്ന് വെച്ചാൽ രാമനെ മനുഷ്യനാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും അജ്ഞാനാണ് എന്ന് പറയുകയാണ്. സ്വാജ്ഞാനമപ്യാത്മനി ശുദ്ധബുദ്ധേ സ്വാരോപയന്തീഹ നിരസ്തമായേ സംസാരമേവാനുസരന്തി തേ വൈ പുത്രാദിസക്താഃ പുരുകർമ്മയുക്താഃ ജാനന്തി നൈവം ഹൃദയേ. അവനവൻ്റെ ഹൃദയത്തിൽ തന്നെ നിൽക്കണ സ്ഥിതം വൈ ജാനന്തി ജാനന്തി നമ്മുടെ ആ ഹൃദയത്തിൽ തന്നെ ഇരിക്കണ ആ ശക്തി അറിയാതെ ചാമീകരം കണ്ഠഗതം യഥാജ്ഞാഃ അജ്ഞന്മാരാ സ്വന്തം കഴുത്തിൽ കിടക്കണം ചാമീകരം സ്വർണ്ണപ്പണ്ടം അന്വേഷിച്ച് നടക്കണ പോലെയാണ്. ആക്ച്വലി ഈ ഭഗവാനെ പറ്റിയിട്ടേ എന്താ പറയുക, അതായത് ശ്രീരാമ ഭഗവാനെ പറ്റിയിട്ട് പിന്നെ എന്താണ് ഈ പാർവതിയോട് പറയാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ എന്താ ശിവൻ പറയണമെന്നാൽ എത്ര നന്നായിട്ടാണ് അത് നമ്മുടെ പിന്നെ എന്താ പറയുക എഴുത്തച്ഛൻ പറഞ്ഞിരിക്കണം. ഞാൻ അത് ആ ഭാഗം ചെല്ലാം. അപ്പം ഈ പറയണതൊക്കെ അതിൽ വരുന്നുണ്ട്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദീനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ. അദ്വയനാണ്, അനാദ്യനാണ്, ആദിയില്ല, അജനാണ്, ജനനമില്ല, അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. ഇത് പറയണ പ്രത്യേകം പറയണു, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമ സംവൃതമാക മൂലം. ഇതിൽ പറഞ്ഞ തന്നെ പറഞ്ഞു അല്ലേ. സീതാരാഘവ മരുൽസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എന്നിട്ട് പറയാണ് സീതയും രാമനും കൂടിയിട്ടുള്ള ആ സംഭാഷണം ഞാൻ പറയാം എന്ന് പറയണത് എൻ്റെ തൊട്ട് മുമ്പ് ഭഗവാനെ പറ്റി പറഞ്ഞതാണ് ഇപ്പം ഞാൻ വായിച്ചത് കേട്ടോ. ഇനി 21 യഥാപ്രകാശോ എന്താണ് യഥാ അപ്രകാശോ
യഥാ പ്രകാശോ നതു വിദ്യതേ രവൗ ജ്യോതിസ്വഭാവേ പരമേശ്വരേ തഥാ വിശുദ്ധവിജ്ഞാനഘനേ രഘൂത്തമേ വിദ്യാ കഥം സ്യാദ് പരത പരാത്മനി. ജ്യോതിസ്വഭാവേ എന്ന് പറഞ്ഞാൽ ജ്യോതിസാണ് സ്വഭാവം, മീൻസ് എന്താ? പ്രകാശരൂപി. രവൗ അതായത് പ്രകാശരൂപിയായിട്ടുള്ള രവിയിൽ, മീൻസ് സൂര്യനിൽ, അപ്രകാശ അന്ധകാരം യഥാ നതു വിദ്യതേ. അതായത് അന്ധകാരത്തിന് സൂര്യനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ വന്നാൽ അന്ധകാരം നീങ്ങി ഇല്ലേ? സൂര്യനും അന്ധകാരവും കൂടി ഒരിക്കലും ഉണ്ടാവില്ല. സൂര്യനും ഇരുട്ടും കൂടി പറ്റുമോ? പറ്റില്ല. സൂര്യൻ വന്നാൽ ഇരുട്ട് നീങ്ങും. അതാണ്. ഏതു വിധമോ തഥാ അപ്രകാരം വിശുദ്ധ വിജ്ഞാനഘനേ, അതായത് ആ വിജ്ഞാനം, അതായത് ജ്ഞാനസ്വരൂപമായിരിക്കുന്നവനും പരതഃ പരമാത്മനി, ഏറ്റവും ഉത്കൃഷ്ടന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനും രഘൂത്തമ ശ്രീരാമനിൽ അവിദ്യ അജ്ഞാനം കഥം സ്യാദ് എങ്ങനെ ഭവിക്കും? ശ്രീരാമന് എങ്ങനെയാണ് ദേഹാഭിമാനമൊക്കെ ഉണ്ടാവുക? അതാണല്ലോ സീതയുടെ സംശയം. എന്തുകൊണ്ടാണ് നമ്മളെപ്പോലെ വെറും ദേഹാഭിമാനിയാണോ, എന്നാൽ സേവിക്കാൻ യോഗ്യനല്ല എന്നല്ലേ പറഞ്ഞ്? അപ്പം ചോദിക്കുകയാണ്, ഈ പരമാത്മാവിന് അജ്ഞാനം സംഭവിക്കുക അങ്ങനെ ഉണ്ടോ? തേജോരൂപിയായിരിക്കണ സൂര്യനെ എപ്പോഴെങ്കിലും അന്ധകാരം ബാധിക്കുമോ? സൂര്യനെ ഇരുട്ട് ബാധിക്കുക അങ്ങനെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെയാണ് എന്ത്? പരമാത്മസ്വരൂപം, അതായത് സച്ചിദാനന്ദ സ്വരൂപം തന്നെയായി ഈ ബ്രഹ്മത്തിന് ഒരിക്കലും അജ്ഞാനം ഉണ്ടാവില്ല. വെളിച്ചവും ഇരുട്ടും ഒന്നിച്ചുണ്ടാവാത്ത പോലെയാണ് ശ്രീരാമനും അജ്ഞാനവും ഒരുമിച്ചുണ്ടാവില്ല. അതായത് ശ്രീരാമൻ ഒരിക്കലും ഞാൻ ആത്മാവാണെന്ന് അറിയാതെ നമ്മളെപ്പോലെ സാധാരണ ജീവാത്മാക്കളെപ്പോലെ ദേഹാഭിമാനത്തോട് നടക്കണ പ്രശ്നം ഉദിക്കണില്ല. കാരണം സൂര്യനും ഇരുട്ടും കൂടി ഉണ്ടാവില്ല എന്നുള്ള പോലെ തന്നെ യഥാർത്ഥമാണ് പരമാത്മസ്വരൂപിയായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീരാമനും അജ്ഞാനവും കൂടി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ജ്ഞാനസ്വരൂപിയാണേ. അപ്പോൾ എവിടെ അജ്ഞാനം ഉണ്ടാവുക? അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നുള്ള പോലെയാണ് പറയണത്. അതാണ് പറയണത്. പിന്നെ വിശുദ്ധ വിജ്ഞാനഘനനാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപത്തിന് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആൾക്ക് അജ്ഞാനം ഉണ്ടാവുമോ? ഇല്ല. സൂര്യനും ഇരുട്ടും ഒരുമിച്ചുണ്ടാവില്ല എന്നുള്ള പോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ഈ രാമനിൽ അജ്ഞാനം സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം എന്നാണ്. യഥാപ്രകാശോ നതു വിദ്യതേ രവൗ ജ്യോതിസ്വഭാവേ പരമേശ്വരേ തഥാ വിശുദ്ധ വിജ്ഞാനഘനേ രഘൂത്തമേ അവിദ്യാർത്ഥം രഘൂത്തമേ അവിദ്യാ കഥം രഘൂത്തമേ വിദ്യാ കഥം സ്യാത് പരത പരാത്മനി. ഇനി 22. യഥാ ഹി ചാക്ഷ്ണ ഭ്രമത ഗൃഹാദികം വിനഷ്ടദൃഷ്ടേർഭ്രമതീവ ദൃശ്യത്തെ തഥൈവ ദേഹേന്ദ്രിയകർത്തുരാത്മനഃ കൃതം പരേധ്യസ്യ ജനോ വിമുഹ്യതി. വിനഷ്ടദൃഷ്ടഃ, അതായത് ദൃഷ്ടിക്ക് വിഷമം അല്ലെങ്കിൽ ദൃഷ്ടിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്ന, നഷ്ടപ്പെട്ട, ഭ്രമത അക്ഷ്ണണ, ആ ഭ്രമിക്കുന്ന കണ്ണിനാൽ, ഗൃഹാധികം, അതായത് നമ്മുടെ ഈ ഭൗതിക, ഭ്രമതീവ ഭ്രമിക്കുന്നുവോ, ഗൃഹം മുതലായവകളിൽ ഭ്രമിക്കുന്നുവോ എന്നു തോന്നുമാറ്, ഭ്രമതി ഇവ ഭ്രമിക്കുമോ എന്ന് ഭ്രമിക്കുന്നുവോ എന്ന് തോന്നുമാറ്, ദൃശ്യതേ കാണപ്പെടുന്നുവോ, ദേഹേന്ദ്രിയ കർത്തു, അതായത് ദേഹേന്ദ്രിയങ്ങളോട് ചേർന്ന് ഞാനാണ് കർത്താവ്, അതായത് ഐ ആം ദ ഡൂവർ, ഞാനാണ് ചെയ്യണ, കർത്തൃത്വം ഭോക്തൃത്വേ, ആത്മാവിൻ്റെ അഹങ്കാരത്തിൻ്റെ അർത്ഥം, കൃതം അതിനെ, ആ പ്രവൃത്തിയെ, പരേഹേ പരനിൽ, പരമാത്മാവിൽ, അധ്യസ്യ ആരോപിച്ചിട്ട്,
ജനം വിമുഹ്യതി മോഹിതരാകുന്നു തഥാ ഏവ അപ്രകാരം തന്നെ. എന്താ പറഞ്ഞ വെച്ചാൽ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ രാമനെ അജ്ഞനാണെന്ന് വിചാരിക്കുകയാണെന്ന്. അജ്ഞാനം രാമനിൽ നമ്മൾ ആരോപിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ അജ്ഞാനം കൊണ്ട്. നമുക്ക് രാമൻ ജ്ഞാനസ്വരൂപിയാന്ന് അറിയില്ലെങ്കിൽ അത് നമ്മുടെ അജ്ഞാനം മാത്രമാണ്. രാമനിൽ ഇങ്ങനെ രാമൻ സാധാരണ ഒരു ജീവാത്മാവാണ്, ദേഹാഭിമാനിയായിട്ടുള്ള ഒരു ജീവാത്മാവാണ് നമ്മൾ വിചാരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ അജ്ഞാനം മാത്രമാണ്. രാമന് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ രാമനെ അജ്ഞാനിയായിട്ട് കാണുന്നത്. അതായത് ഇപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ വെച്ചാൽ ഇപ്പം കണ്ണിന് എന്തെങ്കിലും നമുക്ക് ദണ്ണം വന്നു വെച്ചോട്ടെ, നമുക്ക് ശരിയായിട്ടുള്ള കാഴ്ച ഉണ്ടാവില്ലല്ലോ. ആ ശരി അത്ര നന്നായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇളകാത്ത വസ്തുക്കളെ ഇളകുണ്ട തോന്നും, ഒരെണ്ണമുള്ളതിനെ രണ്ടായി കാണും, അങ്ങനെയൊക്കെ പറ്റാം. കണ്ണിൻ്റെ കാഴ്ച വളരെ നല്ല കാഴ്ച ഇല്ലാത്ത കണ്ണുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മളെ ശരിക്കല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടു എന്ന് വരാം. അതായത് ഇളകണ പോലെ, അല്ലെങ്കിൽ പിന്നെന്താണ് രണ്ടായി കാണുക, അങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ടാവാം. അങ്ങനെയുള്ള ദോഷത്തെ നമ്മൾ അങ്ങനെ നമ്മളുടെ ദൃഷ്ടിയിലുള്ള ദോഷമാണ് നമുക്ക് ഈ ഗൃഹവും ബാക്കി ഭൗതിക സുഖങ്ങളൊക്കെ ആണ് യഥാർത്ഥം ഞാൻ ഈ ദേഹമാണെന്നൊക്കെ തോന്നാനുള്ള കാരണം നമ്മുടെ ദൃഷ്ടിദോഷമാണ്. അപ്പോൾ നമ്മളാണ് എല്ലാം ചെയ്യണ, നമ്മളാണ് എല്ലാം അനുഭവിക്കണ, കർത്തൃത്വം ഭോക്തൃത്വം ഒക്കെ നമുക്ക് നമ്മുടെ അജ്ഞാനം കൊണ്ട് വരണതാണ്. അതിനൊന്നും ആത്മാവിൽ ആരോപിക്കണതിന് അർത്ഥമില്ല. ആത്മാവ് ആരാ? സച്ചിദാനന്ദ സ്വരൂപം. ഇതിനൊക്കെ മീതെയാണ്, ഇതിലൊക്കെ അതീതനാണ്. ഒരു തരത്തിലുള്ള സുഖദുഃഖങ്ങൾക്കും ഉപാധികൾക്കും ഒന്നും അധീനല്ല, അതീതനാണ്. അധീനനല്ല ആത്മാവേ. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാ വെച്ചാൽ അതുപോലെയാണ്. അപ്പം പിന്നെ ശ്രീരാമനെയും കാണാൻ ചോട്ടെ, നമ്മുടെ അജ്ഞാനം എന്നേ ഉള്ളൂ. ശ്രീരാമൻ ഇതിനൊന്നിനും അധീനനല്ല, ബിയോണ്ട് ഓൾ മായ. അപ്പോൾ ശ്രീരാമനിൽ ഈ അജ്ഞാനം ആരോപിക്കുക വെച്ചാൽ അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. എങ്ങനെ? കണ്ണ് നല്ലോണം കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ ഇളകണ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, ആ സാധനത്തിനൊരു കുഴപ്പമില്ല. അതുപോലെയാണെന്നുള്ളൊരു കമ്പാരിസൺ പറഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഈ പിന്നെ ഗൃഹാദി നശ്വരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം മായാമോഹിതരായിട്ടേ ദേഹാഭിമാനം കൊണ്ട് ഞാനാണ് എല്ലാം ചെയ്യണ, ഞാനാണ് എല്ലാം അനുഭവിക്കണ എന്നുള്ള ഈ അജ്ഞാനം നമ്മളെ ആത്മാവിലും ആരോപിക്കുകയാണ്. ആ ആത്മാവാണ് രാമനെ. ആ ആത്മാവ് നിന്നൊക്കെ സ്വതന്ത്രനാണ്. നമ്മുടെ അജ്ഞാനം ആ രാമനിൽ ആരോപിക്കുകയാണ്. അത് യാതൊരു തരത്തിലും രാമൻ അങ്ങനെ അജ്ഞാനിയല്ല നമ്മളെപ്പോലെ എന്ന് പറയുകയാണ്. ആരോട്? പാർവതിക്ക് സംശയമായില്ലോ, നമ്മളെപ്പോലെ സീത പോയപ്പോൾ കരയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടാണെന്ന്. അപ്പോൾ യാതൊരു സംശയവും വേണ്ട, ശ്രീരാമൻ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ശ്രീരാമനെ വേറൊരു മനുഷ്യനായിച്ചാൽ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. യഥാഹി ചാക്ഷ്ണ ഭ്രമതാ ഗൃഹാദികം വിനഷ്ടദൃഷ്ടേർഭമതീവ ദൃശ്യത്തെ തഥൈവ ദേഹേന്ദ്രിയകർത്തുരാത്മന, കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ കൃതം പരേധ്യസ്യ ജനോ വിമുഹ്യതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.